ഹലോ, വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് കുർത്തിയുടെ കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 28 ആണ്. പിന്നെ നമ്മൾ ഇത് ഫസ്റ്റായിട്ട് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓവർകോട്ട് പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ അകത്തിടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സ്ലീവ്ലെസ് ആയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കേട്ടോ ഫസ്റ്റ് ചെയ്യണേ. ആദ്യം തന്നെ ഞാൻ ഷോൾഡർ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. 7 ഇഞ്ചാണ് കേട്ടോ ഞാൻ ഷോൾഡർ എടുത്തിട്ടുള്ളത്. ആം റൗണ്ട് എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ച് കൂടെയാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് വേണം. അത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 10.5 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടുള്ളത്. പിന്നെ സീം അലവൻസ് ആഡ് ചെയ്യണം. ഞാനിവിടെ 1.5 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് എടുക്കേണ്ടത് നമ്മളുടെ വേസ്റ്റിൻ്റെ അളവാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തുള്ളത് 9.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതും കൂടെ സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കയ്യിലുള്ള കർവിങ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആം റൗണ്ട് നമ്മൾ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കർവ് സ്കെയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കൈ കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ വരച്ച് കൊടുക്കണം. കറക്റ്റ് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു മെഷർമെൻറ്റ് അറിയണോണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കർവിങ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കാനും പറ്റുമേ. ഇനി നമുക്ക് എന്താണെന്ന് വേണ്ടത് വെച്ചാൽ നമ്മളുടെ നെക്കിൻ്റെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് എത്രയാണ് വേണ്ടതെന്നുള്ളത്. ഞാൻ നെക്ക് ഇവിടെ എടുക്കാൻ പോകുന്നത് 3.5 ഇഞ്ചിലാട്ടോ നെക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് ഒരു 5 ഇഞ്ച് വരെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുക. ബാക്ക് നെക്കും സെയിം ലെങ്ത്ത് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യണത്, ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ ഷോൾഡറിന് ചെരിച്ച് കട്ട് ചെയ്യണം. ഞാനവിടെ വരച്ചിട്ടൊന്നുമില്ല, ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ ഇട്ടിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ആ ഒരു ക്ലോത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മളുടെ ഓവർ കോട്ടില്ലേ അതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ അടുത്ത് വരണം. അതിന് ഞാനൊരു ലൈനാണ് വരച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതിന് ശേഷം ഇവിടെ നിന്നാണ് നമുക്ക് മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാൻ പോകണം. അപ്പോൾ 7 ഇഞ്ച് നമ്മൾ നേരത്തെ 7 ഇഞ്ചിനെ എടുത്തിട്ടുണ്ടായിരുന്നത്, ആ 7 ഇഞ്ചിനെയാണ് ഞാൻ ഷോൾഡർ എടുത്തിട്ടുള്ളത്. അതുപോലെ ആം റൗണ്ട് ഞാൻ 7 ഇഞ്ചിനെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുക. അങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എത്രയാണ് നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവൊക്കെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 10.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുക. സീം അലവൻസും കൂടെ മെഷർമെൻറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളുടെ ആം റൗണ്ടിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അത് അതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കുർത്തയുടെ മേലെടാനുള്ള ഓവർ കോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എടുക്കണം 10 ഇഞ്ചാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ താഴെയുള്ള ഭാഗമില്ലേ ആ ഭാഗത്ത് ഒരു 3 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് അതുപോലെ എടുക്കാം കേട്ടോ. അങ്ങനെ 10 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ ഭാഗത്ത് റൗണ്ട് എടുത്തിട്ടുള്ളത് 10.5 ഇഞ്ചിലും കേട്ടോ. എന്നിട്ട് സീം അലവൻസും കൂടെ ജസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വേണം. നെക്ക് ഞാനിവിടെ 4 ഇഞ്ചിലാണ് നെക്ക് കട്ട് ചെയ്യാൻ പോണേ. ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഒരു 3 ഇഞ്ചിലാട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കർവ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമുക്കിനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിന് എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ നെക്കിൻ്റെ താഴെ നിന്ന് ഞാനൊരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കണം. അത് നമുക്ക് നേരെ നമ്മളുടെ എൻഡ് പോർഷനിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഓവർകോട്ടിൻ്റെ കട്ടിങ് വരുന്നത്. ഇപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും ഇതുപോലത്തെ ഒരു ഷോർട്ട് കുർത്തി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി നമ്മളുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്താൽ നമ്മളുടെ ലുക്ക് ഇതുപോലെ കേട്ടോ വരിക. ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് നമ്മളുടെ ആ ഒരു താഴ്ഭാഗം വരും. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ കട്ട് ചെയ്യേണ്ടത് വെച്ചാൽ സ്ലീവാണ്. സ്ലീവ് ഞാൻ ചെറുതായിട്ടൊരു പാകിസ്ഥാനി സ്ലീവോ ബെൽ സ്ലീവൊക്കെ പറയില്ല, നമ്മളുടെ താഴ്ഭാഗത്ത് കുറച്ച് ഇറങ്ങി നിൽക്കണ ആ ഒരു ടൈപ്പ് സ്ലീവാണ് കട്ട് ചെയ്യാൻ പോണേ. ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 18 ഇഞ്ചിലാട്ടോ. എന്നിട്ട് നമ്മളുടെ മസിൽ റൗണ്ടും ഒക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒരു ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ സ്ലീവിൻ്റെ കട്ടിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ലൈനിങ് ഞാനിവിടെ ബ്ലാക്ക് ആട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെയിം ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് നമ്മളുടെ നെക്കും ഫിനിഷ് ചെയ്യണത് ഇതുപോലെ ഈ ഒരു എൻഡ് പോർഷനിൽ അതും കൂടെ ഫിനിഷ് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മറച്ചിട്ട് എടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യാം. അയൺ ചെയ്ത ഒന്നും കൂടെ ഒരു ഫിനിഷിങ്ങിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മറച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കേട്ടോ ഉണ്ടാവുക നമ്മളുടെ നെക്ക് ഭാഗവും താഴത്തെ ഒരു ഭാഗവും
എന്നിട്ട് നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ഷോൾഡർ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളുടെ സ്ലീവില്ലേ, ഇതാണ് നമ്മളുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഈ ഒരു കോട്ടിൻ്റെ എല്ലാ പണിയും കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഒരു കട്ടിങ് വീഡിയോ. ഈ ഒരു ഷോർട്ട് കുർത്തി ഡ്യുവൽ പർപ്പസിൽ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. നമുക്കിത് സ്ലീവ്ലെസ് ആയിട്ടും തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഓവർ കോട്ട് ഇട്ടിട്ടുള്ള ഇതുപോലെ ആയിട്ട് ലുക്ക് വരണേ. ഞാൻ ഒരു ചെറിയൊരു ലൈസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഒരു ടോപ്പിൻ്റെ എൻ പോർഷനിലും നമ്മളുടെ കോട്ടിൻ്റെ ആ ഒരു താഴ്ഭാഗത്തും സ്ലീവിലും കൂടെ കേട്ടോ. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കേട്ടോ ഞങ്ങൾ വാക്സിൻ എടുക്കാനൊക്കെ പോയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.